തീർച്ചയായിട്ടും ഇ ഡി അല്ല, അതിന് മുകളിൽ ഇനി ഏതെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതൊരു വ്യക്തിപരമായിട്ട് ആ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ജാസ്മിൻ ഷാ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃത്വത്തെയോ ഒന്ന് ഇകഴ്ത്തി കാണിക്കുക, സമരത്തിൻ്റെ പ്രസക്തി കളയുക എന്നുള്ള അതിൻ്റെയോടുകൂടി ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഇത്രയും വലിയൊരു സ്വീകാര്യമുള്ളൊരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൻ്റെ നേതൃത്വത്തിന് സ്വീകാര്യതയില്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ബോധപൂർവമായ ശ്രമമാണ്. നമസ്കാരം. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ മേഖലയിലെ നേഴ്സുമാരുടെ സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിനിടയിൽ ഈ സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായ ഷോബി ജോസഫ് നമ്മളോട് സംസാരിക്കും. തീർച്ചയായിട്ടും ഇ ഡി അല്ല, അതിന് മുകളിൽ ഇനി ഏതെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, എല്ലാ പ്രാവശ്യവും കേസുകൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ UNA ഒരു സമര സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കേസുകളും മറ്റു കാര്യങ്ങളും ഞങ്ങൾക്കെതിരെ ഉണ്ടാവാറുണ്ട്. ഇതാ 2019 ഞങ്ങളുടെ ആ ഒരു വലിയ തോതിലുള്ള ഒരു വേട്ടയാടലുണ്ടായ ആ ഒരു കേസിൻ്റെ തുടർച്ചയാണിത്. അതിൻ്റെ പേരിൽ ആ ഒരു കേസിനെ ആരോ ടേക്കപ്പ് ചെയ്ത പരാതികളൊക്കെ ആയിട്ട് പുറകെ പോയി അതിൻ്റെ പേരിൽ അത് ഇഡിക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ED അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇഡിക്ക് നിരന്തരമായിട്ടുള്ള പരാതികൾ ചെന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അത് എന്താ പറയുക, അത് സ്വാഭാവികമായിട്ട് അതിന് പുറകിൽ എന്തോ രാഷ്ട്രീയമോ ബാക്കിയുള്ള സംഭവങ്ങളോ ഉണ്ടെന്നല്ലാതെ അതൊരു വ്യക്തിപരമായിട്ട് ആ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ജാസ്മിൻ ഷാ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃത്വത്തെയോ ഒന്ന് ഇകഴ്ത്തി കാണിക്കുക, സമരത്തിൻ്റെ പ്രസക്തി കളയുക എന്നുള്ള അതിൻ്റെയോടുകൂടി ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് അത് വേറൊരു കാര്യമുള്ള കാര്യം. തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ. തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കുക എന്ന് പറയുന്നതാണല്ലോ ഇത്രയും വലിയൊരു സ്വീകാര്യമുള്ളൊരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൻ്റെ നേതൃത്വത്തിന് സ്വീകാര്യതയില്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ബോധപൂർവമായ ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങൾ മാത്രമാണ്. പരിശോധന ഭാഗമായിട്ട് നിങ്ങളെ രേഖകളെല്ലാം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ED വിളിപ്പിച്ചിരുന്നു. അവർ ചോദിച്ച രേഖകളും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്, കോടതിയിൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ക്ലബ് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കാൻ പറ്റുന്ന ഇത്രയും വലിയ ആൾക്കാരൊക്കെയാണ് ഈ നാട്ടിലുള്ളത്. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ കോർപ്പറേറ്റുകളും അത്രയ്ക്ക് വലിയ ആളുകളുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സമരം നിർത്താൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് ഇവർ സ്വീകരിക്കുന്നത്? ചില ആളുകൾ സമരം നിർത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സമരത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിൽ കാര്യങ്ങൾ പരിശോധിച്ച് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെ അടിച്ച് നശിപ്പിക്കുക, അത്തരത്തിലുള്ള പ്രവണതകളാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ സമരം പ്രതികരിച്ച നേഴ്സുമാർക്കെതിരെ അവർ പ്രതികരണമായിട്ടുള്ള വീഡിയോകളൊക്കെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും അത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താണോ, അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ, ഇതിന് പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ മാനേജ്മെൻറ്റ് പോലും അംഗീകരിച്ചു കഴിഞ്ഞു. ഇവർ തന്നെ എല്ലാം പറയുന്നു, അത് അവർക്ക് അർഹതപ്പെട്ടതാണെന്ന് പറയുന്നു. പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ല. അതാണ് നിലപാട്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാക്കുക, നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞ് തിരിപ്പിക്കുക, ഇതൊക്കെയാണ് മാനേജ്മെൻറ്റുകൾ ചെയ്യുക. സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതിനപ്പുറത്തേക്ക് അത് എത്രത്തോളം കൂടുതൽ വഷളാക്കാവുന്നതിനെ പറ്റിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ വിവിധ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുൻകൈ എടുത്തോ? അങ്ങനെ എന്തെങ്കിലും അനുകൂലമായ മറുപടി അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിച്ചോ? ഇതുവരെ 16-ാം തീയതി ലേബർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എറണാകുളത്തൊരു ചർച്ച വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പലരും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. KPH ഉൾപ്പെടുന്ന ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നാളെയായിട്ടൊരു ചർച്ചയും സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ എന്തായി തീരുമെന്നറിയില്ല. എന്ത് തന്നെയായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യം ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് വരെ ഈ സമരങ്ങൾ തെരുവിൽ തന്നെ ഉണ്ടാവും.